ബാലരാമപുരത്ത് വൻ കഞ്ചാവ് വേട്ട. ക്രിസ്മസ് ന്യൂ ഇയർ വിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 8.5 കിലോഗ്രാം കഞ്ചാവാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. നെരുവാമൂട് സ്വദേശി അരുൺ പ്രസാദാണ് പിടിയിലായത്. ആഴ്ചകളായി ലഹരി മാഫിയകളെ കേന്ദ്രീകരിച്ച തിരുവനന്തപുരം റൂറൽ എസ്.പി. കിരൺ നാരായണ IPSന്റെയും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുമുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. ക്രിസ്മസ് ന്യൂ ഇയർ വിപണിയിൽ വലിയ വിലയ്ക്ക് കച്ചവടം ചെയ്യാനായി എത്തിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാലരാമപുരം പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും നിരീക്ഷണം നടത്തിവരവെയാണ് പ്രതി വലയിലായത്. സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ദിവസങ്ങളായി മഫ്തിയിൽ, ബസ് സ്റ്റോപ്പുകളിലും ആളൊഴിഞ്ഞ പ്രദേശത്തും മാർക്കറ്റുകളിലും സ്കൂൾ പരിസരങ്ങളിലും ഉൾപ്പെടെ കേന്ദ്രീകരിച്ച സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തിയിരുന്നു. സ്കൂൾ കുട്ടികളെ ലഹരിക്കടിമകളാക്കി കാരിയർമാരാക്കുന്നതിനുള്ള ഒരുക്കത്തിനാണ് ഇതോടെ തടവീണത്. മംഗലത്തുകോണം ഊറ്റുകുഴിക്ക് സമീപത്തെ വീട് കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് കഞ്ചാവ് ചെറിയ പൊതികളാക്കി ബൈക്കിൽ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ കച്ചവടത്തിനായി കഞ്ചാവ് ഒരു വീട് കേന്ദ്രീകരിച്ച് എത്തിച്ചതിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. പരിസരത്തുള്ളവർക്ക് പോലും അറിയാത്ത തരത്തിൽ അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു ഇവിടെ കഞ്ചാവ് എത്തിച്ചിരുന്നത്. ബൈക്കിലാണ് കഞ്ചാവ് എത്തിക്കുന്നതെന്നും വിവരമുണ്ട്. ആന്ധ്രയിൽ നിന്നും പാലക്കാട്ട് എത്തിക്കുന്ന കഞ്ചാവ് ബൈക്കിലാണ് ഇവിടെ എത്തിച്ചതെന്നും പോലീസിന്റെ നിരീക്ഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ പോലീസ് പിടിക്കപ്പെടാത്ത തരത്തിലായിരുന്നു വിൽപ്പന സംഘത്തിന്റെ നീക്കം. റൂറൽ എസ്.പി, ഡാൻസ് ഓഫ് സ്ക്വാഡ്, നെയ്യാറ്റിൻകര ഡിവൈഎസ്പി എന്നിവരുടെ നേതൃത്വത്തിലുള്ള രഹസ്യ സംഘത്തിന്റെ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജി, ബാലരാമപുരം CI ധർമ്മജിത്ത്, SI ജ്യോതി സുധാകർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വിസ്മയ ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.